ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് ടേസ്റ്റിലുള്ള ഒരു വെജിറ്റബിൾ ബിരിയാണി ചെയ്താലോ? വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ ബിരിയാണിയാണിത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിതവിടെ 3 കപ്പ് ബസ്മതി റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ജീരകശാല റൈസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഈ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് ആദ്യം നന്നായിട്ടൊരു 2-3 പ്രാവശ്യം വാഷ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ ഇളം ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അപ്പോൾ അതാ ഞാൻ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾ ബിരിയാണിക്ക് വേണ്ടി ഞാനിതവിടെ ഒരു കുക്കറിൽ 3 ടേബിൾ സ്പൂൺ ഓയിലും 2 ടീസ്പൂൺ നെയ്യും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനും നെയ്യ് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ അതാ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ സ്പൈസസ് ചേർക്കാം. ഞാനിവിടെ 4 കഷ്ണം പട്ട, 1 ജാതിപത്രി, 6 ഗ്രാമ്പു, 2 തക്കോലം, ഒരു 2 കഷ്ണം ബേ ലീഫ്, 4 ഏലക്ക എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഏകദേശം ഒരു 1 മിനിറ്റോളം വഴറ്റിയെടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു 2 വലിയ ഉള്ളി, മീഡിയം വലുപ്പത്തിലുള്ള വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർക്കാം. ഈ സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അപ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. എന്നാൽ സവാള ഓവർ കരിയാനും പാടില്ല, എന്നാൽ നന്നായിട്ട് വാടി വരികയും വേണം. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. നമ്മുടെ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഞാനിവിടെ ഒരു 3 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 12 അല്ലി വെളുത്തുള്ളി മിക്സിയിൽ വെച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത് ചേർക്കാം. അത് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുത്താൽ മതി. ഏകദേശം ഒരു 1-2 മിനിറ്റൊക്കെ വേണ്ടി വരും. അതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. ഞാനിവിടെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചേർക്കാം. തക്കാളി ചേർത്തതിന് ശേഷം അതുപോലെ നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കുക. ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു വരണം. അപ്പോഴാണ് ആ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. ഏകദേശം ഒരു 2 മിനിറ്റ് സമയമെടുക്കും. ഇത് തക്കാളി കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. പൊടികൾ ചേർക്കുമ്പോൾ തീ കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. അടുത്തതായിട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം. കുരുമുളക് പൊടി കൂടരുത്, 1/4 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി. അതുകൂടി ചേർത്തിട്ട് പൊടികളൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ട് നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും. ഏകദേശം 1 മിനിറ്റ് സമയമെടുക്കും. പൊടികളുടെ പച്ചമണമൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. ഇനി നിങ്ങളുടെ അടുത്ത് ബിരിയാണി മസാല ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ ബിരിയാണി മസാല ചേർത്താലും മതി. അതുപോലെ ഈ ബിരിയാണി മസാല നമ്മൾ ആദ്യം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കുന്ന കൂട്ടത്തിൽ ചേർക്കരുത്. കാരണം ഇതിൻ്റെ സ്മെല്ല് അങ്ങ് പോകും. അതുകൊണ്ടാണ് ഇത് ലാസ്റ്റ് ചേർക്കുന്നത്. ഇത് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് തൈര് ചേർക്കാം. അധികം പുളിയില്ലാത്ത തൈര്. അതുകൂടി ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ചേർക്കണം. ഞാനിവിടെ 2 ക്യാരറ്റ് ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്, 1 ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഒരു 10-12 ബീൻസ് ഇതേപോലെ ഞാനിതൊരു ചെരിച്ചാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടി ചേർക്കാം. ഞാനതുപോലെ ഇവിടെ 3 വെജിറ്റബിൾസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കോളിഫ്ലവറോ പട്ടാണിയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഈ വെജിറ്റബിൾസും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതായത് ഈ വെജിറ്റബിൾസിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഏകദേശം 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകും. വെജിറ്റബിൾസും മസാലയും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ ഒരു കെട്ട് പുതിന ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് മല്ലിയില. പുതിനയുടെ പകുതി മാത്രം മതി മല്ലിയില. പുതിനയാണ് നമ്മൾ ഈ ബിരിയാണിയിൽ കുറച്ച് അധികം ചേർക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് ആ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് കിട്ടുള്ളൂ. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ഫ്രഷ് പുതിനയും മല്ലിയിലയും എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ മാത്രമാണ് നന്നായിട്ട് ആ ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് വരുള്ളൂ. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക.
പുതിനയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഊറ്റിയെടുത്തിട്ടുള്ള ബിരിയാണി അരിയാണ്. ഞാനൊരു 3 കപ്പ് ബിരിയാണി അരി എടുത്തിട്ടുണ്ട്. 200 ml ഗ്ലാസ്സിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ റൈസ് കൂടി ചേർത്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കണം. എന്താ വെച്ചാൽ ആ റൈസ് ഒന്ന് ചൂടായിട്ട് വരണം, അപ്പോഴാണ് നമ്മൾ ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് റൈസ് ചേർത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഞാനിവിടെ 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ 3 കപ്പ് റൈസിന് 6 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ റൈസ് ഏത് കപ്പിലാണോ എടുത്തത് അതേ കപ്പിൽ തന്നെ വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ ചേർക്കണം. അപ്പോഴാണ് ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് മുമ്പിൽ നിൽക്കണം. അപ്പോഴാണ് റൈസ് കുക്കായിട്ട് വരുമ്പോൾ അതിലേക്ക് നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ടാവുള്ളൂ. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നിങ്ങൾ ജീരകശാല റൈസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം ചേർത്താൽ മതി. അപ്പോൾ 3 കപ്പ് റൈസിന് 4.5 കപ്പ് വെള്ളം. ഇത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ കേൾക്കുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക. ഇതാ കുക്കർ വിസിലൊക്കെ വന്നിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് ചേർത്തിട്ടുണ്ട്. ഇത് ചേർക്കണം എന്നൊരു നിർബന്ധമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതുകൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതാ കണ്ടോ, റൈസ് ഒന്നും കുഴഞ്ഞു പോയിട്ടില്ല, നന്നായിട്ട് വേറിട്ട് തന്നെ കിടക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഒരൊറ്റ വിസിൽ കേൾപ്പിച്ചാൽ മതി, അപ്പോൾ മാത്രമാണ് റൈസ് ഇങ്ങനെ നന്നായിട്ട് വേറിട്ട് കിടക്കുള്ളൂ. നമ്മുടെ അടിപൊളിയായിട്ടുള്ള വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ മറക്കാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നാളെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു.